ഓരോ ദിവസവും ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന മക്കള്, അവരെ കൊണ്ട് എഴുതിപ്പിക്കും. പറയാൻ കഴിയാത്ത ചില മക്കളെ കൊണ്ട് എഴുതിപ്പിക്കും, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പഴയ അനുഭവങ്ങളൊക്കെ എഴുതാൻ പറയുമ്പോ ഉമ്മയൊപ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതൊന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. ഉമ്മയൊപ്പം തല്ലുകൂടിയതുണ്ടാവും, ഉമ്മയൊപ്പം തല്ലുകൂടിയതുണ്ടാവും. 23 വയസ്സായ ഒരു മോള്, അവള് കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയായിട്ടുണ്ട്. അവൾ ഇന്നും പറയും പരാതിയില്, അവളുടെ പരിഭവത്തിൽ ഇന്നും അവൾ പങ്കുവെച്ചു, അന്ന് ഉമ്മയുപ്പയും വർഷങ്ങൾക്ക് മുൻപേ ഉമ്മയും ഉപ്പയും കലഹം വെച്ചത്, അവര് തമ്മിൽ വഴക്ക് കൂടിയത്. അസ്വാരസ്യമാണ്, സമാധാനമില്ലായ്മയാണ്. ഈ സമാധാനമില്ലായ്മയിൽ നിന്നും സമാധാനം തേടി ഇറങ്ങും. നമുക്കൊക്കെ ആഗ്രഹം എന്താ? സമാധാനം കിട്ടിയെങ്കിൽ എന്നാണ്, അല്ലേ? മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമാധാനം എസെൻഷ്യലാ. ആ സമാധാനം എവിടെ നിന്നാണോ കിട്ടണത് അവിടേക്ക് നമ്മൾ ആയിപ്പോവും. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ സമാധാനം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അത്രയേറെയാണ്. ഡിജിറ്റൽ യുഗത്തിലെ സോഷ്യൽ മീഡിയകളുടെ ഇൻഫ്ലുവൻസ്, വ്യൂസിന്റെ എണ്ണം കൂടിയാല്, കമന്റ്സിന്റെയും ലൈക്കിന്റെയും എണ്ണം കൂടുമ്പോൾ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. അതല്ല ജീവിതം. വ്യൂസിന്റെ എണ്ണം കൂടുമ്പോഴും കമന്റ്സിന്റെയും ലൈക്കിന്റെ എണ്ണം കൂടുമ്പോഴും സന്തോഷിക്കുന്നതിൽ നിന്നും, സ്കൂള് വിട്ട് വീട്ടിൽ കയറി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ സേ അൽഹംദുലില്ലാ, നന്ദി പറയണം, ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം, ദൈവത്തിനോട് നന്ദി പറയാൻ പഠിപ്പിക്കണം മക്കളെ. അല്പമൊക്കെ നേരം വൈകിയാലും ചോദിക്കുന്ന എല്ലാം വാങ്ങി തരുവാനും, സ്നേഹം പണം കൊണ്ട് സ്നേഹിക്കുവാനും ഉതകുന്ന രൂപത്തിൽ ചോര നീരാക്കി അധ്വാനിച്ച് വരുന്ന അച്ഛനുണ്ട് എങ്കിൽ, വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ, മക്കളെ കൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പഠിപ്പിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനെ അറിയിക്കാൻ പഠിക്കണം. താമസിക്കാൻ വീടുണ്ട്, ഓരോ നേരവും ഇഷ്ടമുള്ള കഴിക്കാൻ ഭക്ഷണമുണ്ട്, പഠിക്കാൻ നല്ല സ്ഥാപനങ്ങളുണ്ട്, നല്ല കൂട്ടുകാരുണ്ട്, എവറിത്തിങ് എല്ലാം ഉണ്ട്. ഇതിനൊക്കെ നന്ദി പറയുവാനും ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തുവാനും മക്കളെ പഠിപ്പിക്കണം. അതിന് ക്വാളിറ്റി ടൈം ഉണ്ടാവണം. ഇതൊക്കെ എന്താണെന്ന് അനുഭവിക്കുന്ന രൂപത്തിൽ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത സമയങ്ങൾ വീട്ടിൽ ഉണ്ടാവണം. എന്താണ് ഡിജിറ്റൽ ഇന്റർഫിയറൻസ്, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്നൊക്കെയാണ് പറയാ. റിലേഷൻഷിപ്പിനിടയിൽ, ബന്ധങ്ങൾക്കിടയില് ഒരുപക്ഷെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും മൊബൈല് റിങ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരിക, ഉടനെ അതിലേക്ക് തിരിയും. സത്യല്ലേ? എത്ര സീരിയസ് ടോക്ക് ആയിക്കോട്ടെ, രണ്ടുപേർക്കിടയിൽ എത്ര സീരിയസ് ആയിട്ടുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിലും മൊബൈൽ ഫോൺ റിങ് ചെയ്തു നമ്മളെ ശ്രദ്ധ എങ്ങോട്ട് പോവും? ഡെഫിനറ്റ്ലി മൊബൈൽ ഫോണിലേക്ക് പോവും. ഒന്ന് നോട്ടിഫിക്കേഷൻ, ഒരു വൈബ്രേഷൻ വന്നാൽ മതി, അതിലേക്ക് പോവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്റർഫിയറൻസ്. വലിയ പ്രശ്നമാണത്. അതുകൊണ്ട് ക്വാളിറ്റി ടൈം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയേ പറ്റൂ. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വീട്ടില് അമ്മയും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരന്റ്സും എല്ലാവരും ഹോൾ ടുഗെദർ ഒരുമിച്ചുള്ള ഒരു ബ്ലൂം ടൈം എന്നാണ് സൈക്കോളജി അതിനെ പറയുന്നത്. ആ ബ്ലൂം ടൈം വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പലരും പലരുടെയും വഴിക്ക് പോകും. സമാധാനം തേടി അലഞ്ഞു തിരിയവര് അതിലേക്കായി പോവും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. എല്ലാത്തിനെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആക്കുക. മക്കളുടെ ചിന്ത എന്താണ്, എന്താണ് സിഗ്മ, എന്താണ് മാനോസ്ഫിയർ, എന്താണ് ഇൻസെൽ, എന്താണ് ലിവിങ് ടുഗെദർ, എന്താണ് ഡേറ്റിംഗ്, എന്താണ് അരികെ, എന്താണ് അരികെ, എന്താ അരികെന്താ? ഇന്നലെ ഞാൻ മലയാളം തന്നെയല്ലേ പറഞ്ഞേ? അരികെ, അരികെ എന്ന് വെച്ചാൽ എന്താ? അരികെ തന്നെ. അരികെ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നമ്മളെ കേരളത്തിലുള്ള പെൺകുട്ടികൾക്കൊക്കെ അറിയാം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ അറിയാം. ഇതാണ് പ്രശ്നം. ചില സദസ്സുകളിലൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ എഴുന്നേറ്റ് പറയും, പൊന്നാന്റെ ഡോക്ടർ, നിങ്ങൾ ഇതൊക്കെ കൂടെ എന്തിനാ ഈ മൈക്കും പിടിച്ച് പറഞ്ഞു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണത്? നിങ്ങളിത് മൈക്കും പിടിച്ച് മൈക്കിലൂടെ പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കല്ലേ? ഇതൊന്നും അറിയില്ലെന്നു ഞങ്ങളിന്ന് മക്കൾക്ക് ആര് പറഞ്ഞു? നമുക്കറിയില്ല, അതാണ് സത്യം. ഒരുപക്ഷെ നമുക്ക് അറിവുണ്ടാവില്ല അതിനെക്കുറിച്ച്. പക്ഷെ നമ്മൾക്കിടയിൽ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചു നോക്കൂ, വീട്ടിൽ ചെന്ന്, വാട്ട് ഈസ് സിഗ്മ? ആദ്യമായിട്ട് സിഗ്മ എനിക്ക് പഠിപ്പിച്ചത് എന്റെ മോനാണ്. ഇയേഴ്സ് ബാക്ക്, കുറെ വർഷങ്ങൾക്ക് മുമ്പേ അവൻ എന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഞാൻ സിഗ്മ ബോയ് ആണെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ട് കാണോ അത് നിങ്ങള്? എന്താ സിഗ്മ ബോയ് എന്ന് പറഞ്ഞാല്? പെൺകുട്ടികളോട് ഒരു തരത്തിലുള്ള ഇഷ്ടം തോന്നാത്ത, ആ പെൺകുട്ടികളോട് ഒരു സഹകരണവും ചെയ്യാത്ത ബോയ്സിനാണ് സിഗ്മ ബോയ്സ് എന്ന് പറയാ. കഴിച്ചിലായില്ലേ? ഓ, എന്റെ കുട്ടി സിഗ്മയാണല്ലോ, ഇനി തെണ്ണിപ്പൊക്കൊന്നും പോവില്ലല്ലോ എന്ന്.
പ്രിയപ്പെട്ടവരെ, സംഭവിക്കാൻ പോകുന്നത് അതിലും വലിയ തെണ്ണിപ്പാ. കാരണം അവന്റെ കുഞ്ഞു ഹൃദയം, കുഞ്ഞു മനസ്സ്, അവന്റെ കുഞ്ഞു നാഡികൾ, അവന്റെ ചിന്ത, അവന് സിഗ്മയാണ് 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 എന്നൊരു സ്ഥിരതയിൽ ഇങ്ങനെ വളർന്നു വളർന്നു വരും. അവന് കൗമാരത്തിലെത്തും, അവന്റെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവും. അവനൊരു വിവാഹ പ്രായത്തിലേക്കൊക്കെ വരുമ്പോ, അവനൊരു സഹധർമ്മിണിയുടെ ആവശ്യം വരുന്ന സമയത്ത് അവന്റെ ഉള്ളിലുള്ള ഈ ചിന്തയുണ്ടാവും, ഞാൻ സിഗ്മയല്ലേ. കാരണം കുഞ്ഞുനാളിലെ സിഗ്മ 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 എന്നവൻ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അങ്ങനെ തന്നെ ആയിത്തീരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതാണ്, നിന്നെ ഒന്നിനും പറ്റൂല, നിന്നെ കൊണ്ട് എന്ത് ഉപകാരം ഉള്ളതെന്ന് 2 പ്രാവശ്യം കുട്ടിന്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ മതി. എന്താണെങ്കിലും എന്നെ കൊണ്ടൊന്നിനും പറ്റൂലല്ലോ, അപ്പൊ കുറച്ച് കഞ്ചാവെങ്കിലും ഉപയോഗിക്കട്ടെ, അതിനെങ്കിലും പറ്റട്ടെ എന്ന് വിചാരിക്കും. കാരണം സ്വർഗം കാണണല്ലോ. അവര് മനസ്സിലാക്കുന്നുണ്ടോ ഈ സ്വർഗം നൈമിഷികം മാത്രമാണെന്ന്? മക്കളെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് ഒന്ന് പോയി നോക്കുക. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കൊണ്ട് കൗൺസിലിങ്ങിന് വരുമ്പോഴേ ഉടനെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് പറഞ്ഞയക്കൂല. കൗൺസിലിംഗ് കൊടുക്കും, തെറാപ്പി കൊടുക്കും, മെഡിസിൻസ് കൊടുക്കും. എന്നിട്ടും മാറ്റമൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് പോവുള്ളൂ. വെക്കേഷനാണ്, നമ്മൾ ടൂർ പോകും, പല സ്ഥലങ്ങളിലും നമ്മൾ പിക്നിക്കിന് പോകും. പൊന്നു മക്കളെയും കൊണ്ട് 1 or 2 ദിവസം ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകൾ ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട്. അവര് കാണട്ടെ എന്താണ് ഡി അഡിക്ഷൻ സെന്ററിലെ കാഴ്ച. 12, 13, 14, 18 വയസ്സിനിടയിലുള്ള മക്കള് വിഭ്രാന്തി കാണിക്കുകയാണ്, മാനസിക വിഭ്രാന്തി. സ്വന്തം ശരീരത്തെ പിച്ചി ചീന്തുന്ന മക്കൾ, ചുറ്റുമുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന മക്കൾ, ആർത്ത് കരയുന്ന മക്കൾ, ലഹരി പദാർത്ഥങ്ങൾ കിട്ടാതെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന പിഞ്ചോമന മക്കൾ. കെട്ടിയിടും, ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിടും ഡോക്ടർമാര്. അടിക്കും, നന്നായിട്ട് അടിക്കും. ശിക്ഷയാണ് അല്ലെങ്കിൽ ചികിത്സയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീർന്നു പ്രിയപ്പെട്ടവരെ. ആ സ്വർഗം 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എറ്റേണലായി നമുക്ക് ജീവിതകാലം മുഴുവൻ ലഭിക്കുന്ന സ്വർഗത്തെയാണ് നിമിഷ നേരത്തേക്കുള്ള സ്വർഗത്തിന് വേണ്ടി നമ്മൾ നശിപ്പിക്കുന്നത് എന്ന് മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നോ പറയാൻ പഠിപ്പിക്കുക. എടാ വൈബാക്കല്ലേ എന്ന് പറയുമ്പോ ആ വൈബിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയാൻ മക്കളെ പഠിപ്പിക്കണം. ആ വൈബ് എനിക്ക് വേണ്ട, ആ സ്വർഗം എനിക്ക് വേണ്ട, അതിലേക്ക് ഞാൻ വരികയില്ല. പിന്നെ കുട്ടികൾ പറയണതാ അതൊക്കെ ഈ കാലത്തല്ലേ ഉള്ളു, കുറച്ച് കഴിഞ്ഞാൽ നിർത്തൂലേന്ന്. ഒട്ടുമിക്ക കുട്ടികളുടെയും ഒരു ധാരണയാണത്. അതൊക്കെ ഈ പ്രായത്തിലല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ നിർത്തൂലേ. ആര് പറഞ്ഞു നിർത്താൻ പറ്റുന്നു? കാരണം ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നമ്മളെ തലച്ചോറിനുള്ളിൽ ഇത് സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങൾ, രാസമാറ്റങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സ്റ്റോപ്പ് ആവൂല, നമുക്ക് മനസ്സിലാവും. ഡോപ്പമൈൻ ക്രഷ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഹാപ്പി ഹോർമോൺ ആണ്, സാറ്റിസ്ഫാക്ഷൻ ഹോർമോൺ ആണ്. അത് ഉണ്ടാവേണ്ടത് എപ്പോഴാ? അപ്രീസിയേഷൻ കിട്ടുമ്പോഴാ, നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴാ. നല്ല കുട്ടി, നല്ല മോള്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോ, നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോ, അപ്രീസിയേഷൻ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന ഹോർമോണാ, നമ്മൾ ഹാപ്പി ആകും. വീണ്ടും വീണ്ടും അതേ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ തോന്നും. കാരണം മനുഷ്യന് വളരാൻ, ജീവിക്കാൻ ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്രീസിയേഷൻ, അംഗീകാരം എന്ന് പറയുന്നത്. അത് കിട്ടണം, അത് കിട്ടുമ്പോഴേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേ പ്രോസസ്സ് നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോ, നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോ, നമ്മൾ നന്മകൾ ചെയ്യുമ്പോ, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോ മാത്രം ഉണ്ടാകുന്ന ഡോപ്പാമൈൻ ഇവിടെ ഉണ്ടാവുക. ലഹരി ഉപയോഗിക്കുമ്പോ മൊബൈൽ ഫോൺ ഈസ് നത്തിങ് ബട്ട്, അത് അതിനേക്കാൾ വലിയൊരു അഡിക്ഷനാണ്. മൊബൈൽ ഫോൺ അതിലും വലിയൊരു അഡിക്ഷനാണ്. ഈ മൊബൈൽ ഫോണിൽ നമ്മൾ മക്കൾക്കൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും. സ്കൂളിൽ നിന്ന് ചിലപ്പോൾ പഠിച്ച് മറിക്കണം എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ വരും, അല്ലെ? കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും പേപ്പറിന്. ഇന്ന് വീട്ടിൽ പോയി പഠനം എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. വീട്ടിലെത്തി ടാബിളിൽ ഫോൺ കണ്ട് ഫോണിൽ 1-2 റീൽസ് കാണുമ്പോഴത്തേന് കാറ്റഴിച്ചിട്ട ബലൂൺ പോലെ ആ ചിന്ത അങ്ങ് കാറ്റിൽ പറന്നു പോയിട്ടുണ്ടാവും. അതങ്ങനെയാണ്. കാരണം അവിടെ ഡോപ്പാമൈൻ ക്രഷ് ഉണ്ടായി, നമ്മൾ ഹാപ്പിയായി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. ഇവിടെ ഫുൾ മാർക്ക് കിട്ടുമ്പോ, ഇവിടെ നന്നായിട്ട് മത്സരത്തിൽ വിജയിക്കുമ്പോ, ഇവിടെ ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള മാർക്ക് അപ്രീസിയേഷൻ നമുക്ക് കിട്ടുമ്പോ, ദ ബെസ്റ്റ് ലീഡർക്കുള്ള അംഗീകാരം അവിടെ ലഭിക്കുമ്പോ, എല്ലാവരും നമ്മെ കുറിച്ച് ഇങ്ങനെ അഭിനന്ദിച്ച് സംസാരിക്കുമ്പോ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇവിടെ ലഭിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെന്തിനാ അവന് സന്തോഷം? പിന്നെന്തിനാണ് അവന് മറ്റു അപ്രീസിയേഷൻസ്?
പക്ഷേ ഓരോ ന്യൂറോണുകളെയും ഓരോ നാഡികളെയും കൊല്ലുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് ലഹരി സർവ്വ തിന്മകളുടെയും മാതാവാണ് എന്ന്, അല്ലെ? ഓരോ കൊലപാതകങ്ങളും എടുത്തു നോക്കൂ, ഓരോ സീരിയൽ മേഡേഴ്സും എടുത്തു നോക്കൂ, എല്ലാത്തിനും പിറകിൽ ലഹരിയുടെ പ്രസൻസ് ഉണ്ടാവും. എല്ലാത്തിനും പിറകിൽ ഉണ്ടാവും കള്ളും കഞ്ചാവും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അതിനെ ഹറാമാക്കി മാറ്റിയത്. മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, തെറ്റാണ്, ശരീരത്തെ നശിപ്പിക്കുന്നതാണ്, അതിലേക്ക് പോവരുത്, നൈമിഷിക സുഖം മാത്രം പകരുന്നതാണ്. അതുകൊണ്ട് സമാധാനമുള്ള അന്തരീക്ഷം മക്കൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. ബ്ലൂം ടൈം, ക്വാളിറ്റി ടൈം വീട്ടിൽ ഉണ്ടാക്കുക, വിത്തൗട്ട് സ്ക്രീൻ. ക്വാളിറ്റി ടൈം ഒക്കെ ഉണ്ടാവുമായിരിക്കും, അരമണിക്കൂറല്ല 1.5 മണിക്കൂറൊക്കെ വാപ്പയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും, മക്കളുണ്ടാവും, വല്യമ്മ ഉണ്ടാവും, വല്യപ്പ ഉണ്ടാവും, മൊബൈൽ ഫോണും ഉണ്ടാവും, അല്ലേ? മൊബൈൽ ഫോൺ എത്ര മെമ്പേഴ്സ് ആണ് ഉള്ളത്, അതിന്റെ ഡബിളോ ട്രിപ്പിളോ ഒക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും, സ്ക്രീനും ഉണ്ടാവും. സോ എപ്പോഴും പറയാനുള്ളത് വിത്തൗട്ട് സ്ക്രീൻ. സ്ക്രീന് വേണ്ട, ഇവിടെ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെക്കണം, സ്വിച്ച് ഓഫ് ആക്കണം. സൈലന്റ് ആക്കിയിട്ട് കാര്യമില്ല കേട്ടോ, അറിയുമ്പോ അതിനേക്കാൾ ശ്രദ്ധ പോകും, അല്ലേ? വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാൾ കോൺസെൻട്രേഷൻ പോകുന്ന ഒരു സാധനമാണ് വൈബ്രേഷൻ. അത് മാറ്റി വെക്കുക, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കുക, എന്നിട്ട് സംസാരിക്കുക, മക്കളെ കൊണ്ട് സംസാരിപ്പിക്കുക. അത് മാത്രമാണ് അവിടെ വഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാം അവര് പങ്കുവെക്കട്ടെ. എനിക്കിങ്ങനെ ഒരു കുട്ടിയേ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാന്, അല്ലേ? അവന്റെ അടുത്തൊരു അബദ്ധം സംഭവിച്ചു പോയി, അവനൊരു ചതിക്കുഴിയിൽ പെട്ടുപോയി, നമ്മൾ കുറ്റപ്പെടുത്തിയില്ലേ? ഈ പറഞ്ഞ പേര് നാമധാരികളായ കുട്ടികളെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയിരുന്നു. നമ്മുടെ സമൂഹം മുഴുവൻ അവരെ ശപിച്ചിരുന്നു, വൃത്തികെട്ടവരെന്ന് പറഞ്ഞ് അവർക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അവരാരും ചേർത്ത് പിടിക്കാൻ ഉണ്ടായിട്ടില്ല. ഒന്ന് ചേർത്ത് പിടിച്ച് ഗുണദോഷിച്ച് ഉപദേശിച്ച് സന്മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മുടെ അപാകതകളായിരുന്നു ഇതെല്ലാം, നമ്മുടെ തെറ്റുകളായിരുന്നു, നമ്മുടെ പിഴവുകളായിരുന്നു ഇതെല്ലാം. നിങ്ങൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവും, മീഡിയ വണ്ണിൽ ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ. ഒരു പയ്യൻ അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്ന ഒരു പുരുഷനായിരുന്നു. ലഹരി ഉപയോഗിച്ചിരുന്ന, വർഷങ്ങളായിട്ട് ലഹരി നിരന്തരം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി. ലഹരിയെല്ലാം നിർത്തി, MDMA ഒക്കെ നിർത്തി, ഉപയോഗമൊക്കെ നിർത്തി. ഇന്റർവ്യൂവിന് വരികയാണ് മീഡിയ വണ്ണില്. അയാൾ പറയുന്നുണ്ട്, ശിക്ഷിച്ചിട്ട് കാര്യമില്ല, ശിക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല, സെന്ററിൽ കൊണ്ടയാക്കിയിട്ട് അത്രയും കാര്യമില്ല. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തോന്നണം, ഉപയോഗിക്കുന്ന ആൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തോന്നണം, എനിക്കിത് നിർത്തണം, ഞാനിത് ഉപയോഗിക്കില്ല, ഇതിന്റെ ഉപയോഗം എനിക്ക് നിർത്തണം എന്ന ചിന്ത ആളുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തോന്നണം. അല്ലെ, നമ്മളെ ഭാഷയിൽ അതിനെ ഹിദായത്ത് എന്നൊക്കെ പറയും. അത് കൊടുക്കണമെന്നുണ്ടെങ്കിലേ മാതാപിതാക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. വിശ്വാസികളാണ് നമ്മളൊക്കെ, ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക കൂടി വേണം. ദൈവസഹായം കൂടി വേണം. വീട്ടിൽ ധാർമ്മികത പഠിപ്പിക്കണം. എല്ലാ മതവും ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ മതവും ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ട്, അല്ല? ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബിസ്മി ചൊല്ലി കയറി ചെല്ലണം, സലാം പറയണമെന്ന്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആരപ്പ ബിസ്മി അല്ല നിക്കല്, ആരപ്പ സലാം ചൊല്ലാൻ നിക്കല്? പ്രിയപ്പെട്ടവരെ, അങ്ങാടിയിലുള്ള പിശാചുക്കളെയും ശൈത്താനെയും ഒക്കെ കൊണ്ടാ നമ്മള് വീട്ടിലേക്ക് കയറി പോണേ. എന്നിട്ട് കൗൺസിലിങ്ങിന് ചെന്നിട്ട് പറയും, പൊരയിൽ കയറി ഒരു സ്വസ്ഥതയില്ല ഡോക്ടറെ എന്ന്. പൊരയിൽ കയറി ചെന്നാല് ഒരു സ്വസ്ഥതയില്ല ഡോക്ടറെ നമ്മൾ കുറ്റം പറയുമ്പോ നമ്മൾ ഓർക്കുക, സ്വസ്ഥത കളഞ്ഞു കുടിക്കുന്ന ഈ പിശാചുക്കളെയും കൊണ്ടാണ് ഈ പരാതി പറയുന്ന ആള് കയറി വരുന്നത് വീട്ടിലേക്ക്. ആ പിശാചിനെ കളയാൻ, ഒരുപക്ഷെ ആ പിശാചിനെ നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ സൈക്കോളജിക്കലി പറയും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നെഗറ്റീവ് എനർജി. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഓരോ മനുഷ്യന്മാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഒരാൾ നമ്മളോട് നെഗറ്റീവായ കുറച്ച് വാർത്തകൾ പറഞ്ഞു, അല്ലെങ്കിൽ നെഗറ്റീവായ കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടു, അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ആ കേട്ട ന്യൂസിന്റെ, ആ കേട്ട വാർത്തയുടെ ഒരു ഇമ്പാക്ട് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഉണ്ടാവും, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്, ആ നെഗറ്റിവിറ്റി, ആ നെഗറ്റീവ് എനർജി, അതന്നെയാണ് ഈ പൈശാചികത എന്ന് പറയുന്നത്. നമ്മൾ പിശാചെന്നോ നെഗറ്റീവ് എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ ബിസ്മി ചൊല്ലുമ്പോ,
അല്ലെങ്കിൽ സലാം പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ അഭിസംബോധന ചെയ്യുന്ന, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന, സമാധാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കുന്ന വാക്കുകൾ എന്താണോ അത് ചൊല്ലിക്കൊണ്ട് ആ നന്മ നിറഞ്ഞ വാക്കുകളോട് കൂടിയിട്ട് അകത്തേക്ക് കയറുമ്പോ പ്രിയപ്പെട്ടവരെ, ആ നെഗറ്റിവിറ്റി ഇല്ലാതാവും. കച്ചറ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് കണ്ടു വളരുന്ന മക്കൾ ഇതിനേക്കാൾ ആശ്വാസം അവിടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഉണരേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആണും പെണ്ണുമാണ്, വ്യത്യസ്ത ചിന്താഗതികൾ ഉള്ള ഒരാളുകളാ. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് എല്ലാ കപ്പിൾസിനിടയിലും, എല്ലാ മാതാപിതാക്കൾക്കിടയിലും, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെയിലും മേ ബി ഉണ്ടായേക്കാം. പക്ഷെ ഈ വഴക്ക് റോട്ടിലല്ല, അത് റൂമിലാ, അത് ബെഡ്റൂമിൽ അവസാനിപ്പിക്കാനുള്ളതാണ്. അത് മക്കളിലേക്ക് ഒരു കാരണവശാലും എത്തുവാൻ പാടില്ല. പറഞ്ഞു വന്നത് ഓരോ മേഖലയിലും നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഉണ്ടാവുക, വളർത്തുക എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ പ്രോസസ് അല്ല ഈ കാലഘട്ടത്തിൽ. ഓരോ ഏജിലും കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 0 to 2 years തീർച്ചയായും ടച്ച് കൊടുക്കേണ്ട സമയമാണ്. 0 മുതൽ 2 വയസ്സ് വരെ ടച്ച് കൊടുക്കണം. തൊട്ടും തലോടിയും പുന്നാരിച്ചും കൊഞ്ചിച്ചും മുത്തം കൊടുത്തും വളർത്തേണ്ട പ്രായമാണ്. 0 എന്ന് പറഞ്ഞാല് ഗർഭിണിയാവുന്ന സമയം മുതൽ, ഇൻസൈഡ് ദി വോംബ്, മക്കൾ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതൽ പ്രാർത്ഥിക്കുകയും മക്കളെ സ്നേഹിക്കുകയും പുന്നാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പോസിറ്റിവിറ്റിയിൽ നിലനിൽക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ തീർച്ചയായും മക്കളെ ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. ധാർമ്മികത പഠിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് നന്മ, എന്താണ് തിന്മ? യൂണിസെഫിന്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ട്. യൂണിസെഫ് കുട്ടികൾക്കിടയിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അഡോളസൻസ് പീരീഡില്. അൺഹെൽത്തി ട്രയാഡ്സ് ഓഫ് അഡോളസൻസ് എന്നാണ് അതിനെ പറയാ. അൺഹെൽത്തി ട്രയാഡ്സ് ഓഫ് അഡോളസൻസ്. 3 കാര്യങ്ങള് അഡോളസൻസിന്റെ ഇടയിലുള്ള ഏറ്റവും, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള 3 കാര്യങ്ങള്. ഒന്നാമത്തത് ലഹരി തന്നെയാണ്. ഒന്നാമത്തത് ലഹരിയാ. രണ്ടാമത്തത് അൺഹെൽത്തി സെക്സ്. മൂന്നാമത്തത് സെൽഫ് ഹാം, സ്വയം ഉപദ്രവിക്കുക, ശരീരത്തെ ഉപദ്രവിക്കുക. ഇതിന്റെ ഒക്കെ കാരണം എന്താ? ആദ്യം പറഞ്ഞ ലഹരിയാണ്. ഈ ലഹരിയിൽ നിന്നാണ് അടുത്ത രണ്ടും വരുന്നത്. ഈ ലഹരിയിൽ നിന്നാ. നിങ്ങളൊക്കെ ഒരു ചരിത്രം പഠിച്ചു കാണൂല്ലേ? ഒരാളെ, ഒരു വളരെ ശുദ്ധ മനസ്കനായിട്ടുള്ള ഒരാളെ പരീക്ഷിക്കുകയാണ്. അയാളുടെ ഒരു മുറിയിലിട്ടിട്ട് അയാൾ തെറ്റ് ചെയ്യാൻ പറയാ. അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ഒരു നായയുണ്ട്, ഇവിടെ കുറച്ച് ലഹരിയുള്ള ഒരു പദാർത്ഥമുണ്ട്, ഇതിലേതെങ്കിലും ഒരു തെറ്റ് നീ ചെയ്യണം. അയാൾ പറഞ്ഞു, ഇല്ല, ഒന്നും ഞാൻ ചെയ്യില്ല, സ്ത്രീയുടെ അടുത്തേക്ക് ഞാൻ പോകില്ല. പട്ടിയെ കൊല്ലില്ല, പട്ടിയെ കൊല്ലാൻ പറയും, പട്ടിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. രണ്ടും ഞാൻ ചെയ്യില്ല. മദ്യപിക്കുക എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഒടുവില് അയാൾക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. നിർബന്ധത്തിന് വഴങ്ങി. കൊല്ലാൻ ഒരിക്കലും അയാൾക്ക് സാധിക്കില്ല. അനാശാസ്യ പ്രവർത്തനം ചെയ്യാൻ ഒരിക്കലും അയാൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് വിചാരിച്ചു? കള്ളു കുടിക്കുക, സ്വന്തം ശരീരമല്ലേ, അത് കുടിച്ച് പുറത്തു പോവാന്ന്. കള്ളു കുടിക്കുന്നതോടുകൂടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചിന്തയുണ്ടായിരുന്നു, സ്വബോധം, ഒരു ബോധം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കൊല്ലാൻ പാടില്ല, അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, അരുതായ്മയാണ്, തെറ്റാണ്, തെറ്റെന്ത് ശരിയെന്ത് എന്നൊരു തിരിച്ചറിവ്, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു തിരിച്ചറിവ് ഇല്ലാതെയാക്കി അവസാനം ചെയ്ത ഈ തെറ്റ്. മദ്യം സർവ്വ തിന്മകളുടെയും മാതാവാണ്. അതുകൊണ്ട് അതിലൂടെ അയാൾ ഈ 2 തെറ്റും, പട്ടിയെ കൊന്നു, ചെയ്യാൻ പാടില്ലാത്ത 2 തെറ്റുകളും അയാൾ ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, നിരന്തരം നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, എന്നും വീട്ടിൽ സംസാരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. എന്ത് രസങ്ങൾ ആലോചിച്ചോക്കി. ഒരൊറ്റ വാഴന്റെ ഇല വെട്ടിക്കൊണ്ടുവരിക, അല്ലേ? ആകളൊരു ഞായറാഴ്ച എന്തോരം പാത്രം നമ്മള് കഴുകല്, അല്ല? ഞായറാഴ്ച പാത്രം കഴുകി അങ്ങ് മുഷിയും. ആ ഒരു ഞായറാഴ്ചയെ നമുക്ക് മധുര മനോഹരമാക്കി മാറ്റാം. ഒരൊറ്റ വാഴയില വെട്ടിക്കൊണ്ടുവരിക. അമ്മയും അച്ഛനും മക്കളും മുത്തശ്ശനും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ. സ്നേഹം വഴിഞ്ഞൊഴുകുമാറാവട്ടെ. ഒരിക്കലൊരു യുക്തിവാദിയുടെ ഇന്റർവ്യൂല് പറയണത് കേട്ടതാ. പ്രായമായവരെ, വയസ്സായവരൊക്കെ യുവതലമുറയുടെ വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്ന്. യുവതികളുടെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രായമായ ആളുകൾ ഉള്ളത് പോലും. അതിന് സൊല്യൂഷനും അയാൾ പറഞ്ഞെടുത്തു. പ്രായമായവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യട്ടെ എന്ന്. ഇതാണ് പ്രിയപ്പെട്ടവരെ നവ ലിബറൽ ചിന്താഗതി. നിയോ ലിബറലിസം നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതാ. ഇൻഡിവിജ്വലിസം.
വ്യക്തിവാദം, ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ എന്റെ മതം, മൈ ലൈഫ് മൈ ചോയ്സ്. പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ രസമായിരിക്കും. കാലൊന്ന് വെച്ചുത്തി വീണാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഈ പണം വരൂല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഈ പണവും പ്രശസ്തിയും ഈ സ്ഥാപനങ്ങളും വരൂല. ഈ ചങ്കുകളും ഉണ്ടാവില്ല. അവിടെ ബന്ധങ്ങളെ ഉണ്ടാവുകയുള്ളൂ, കുടുംബ ബന്ധങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മൈ ലൈഫ് മൈ ചോയ്സ് അല്ല. ആ ചോയ്സിൽ ഏറ്റവും നല്ല ചോയ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കണം. കുടുംബം വേണം, സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം വേണം, ലഹരി മുക്തമായ ഒരു ജീവിതം വേണം. ലഹരി എന്ത് ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കുക, നിരന്തരം മക്കളുമായി ഇന്ററാക്ട് ചെയ്യുക. ആ ഒരൊറ്റ ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ അവിടെ എന്തെല്ലാം പങ്കുവെക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചോ. ഫോൺ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ TV ഇട്ടിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ എന്ത് കഴിച്ചു എന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എന്ത് കഴിച്ചു എന്ന് കുറച്ച് കഴിഞ്ഞ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കി, അതിൽ എന്തൊക്കെ ഉപ്പേരിയും കൂട്ടാനും ഉണ്ടായിന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് വിത്തൗട്ട് സ്ക്രീനുകൾ ഇല്ലാത്ത ക്വാളിറ്റി ടൈം, ബ്ലൂ ടൈം വീട്ടിൽ ഉണ്ടാക്കുക. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഒരു പ്രാർത്ഥനാ മുറിയും ഒരു ലിവിംഗ് റൂമും വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം. ആ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. സാധാരണ നമ്മളൊക്കെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ ആദ്യം ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 5 നന്മകളും 5 സങ്കടങ്ങളും 5 സന്തോഷങ്ങളും പറയും. പിന്നെ നൗഷാദ് പറയും രാത്രി കടന്നുറങ്ങുന്നതിന്റെ മുൻപേ നൗഷാദ് ഖാൻ അന്നത്തെ ദിവസം ജീവിതത്തിൽ ഉണ്ടായ 5 സന്തോഷങ്ങളും 5 സങ്കടങ്ങളും പറയും. മക്കള് 3 പേരും ഓരോരുത്തരും അവരുടെ സ്കൂളില് അന്ന് അവർക്കുണ്ടായ 5 സങ്കടങ്ങളും 5 സന്തോഷങ്ങളും പറയും. ഇത് പറഞ്ഞിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അത് വർഷങ്ങളായിട്ടുള്ള ഒരു റൂളാണ്. അതുകൊണ്ട് എന്താ, ചിലപ്പോ ഒരു ദിവസം 5 സങ്കടവും സന്തോഷവും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. 5 സങ്കടങ്ങളൊന്നും ഉള്ള ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആറ്റി കുറുക്കി പെറുക്കി എടുത്ത് തൊട്ടതും പിടിച്ചതൊക്കെ പറയാൻ ശ്രമിക്കും. ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം പറയാൻ ശ്രമിക്കും. അത് റൊട്ടീനായി മാറി, അതൊരു ശീലമായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളുടെ പിടിപ്പുകേട് കാരണം, നമ്മളുടെ വളർത്തു ദോഷം കാരണം നമ്മുടെ സമൂഹം ഇല്ലാതെയാവാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ തെറ്റിലേക്കായി പോവാൻ പാടില്ല. അതുകൊണ്ട് ഇനി അഥവാ പ്രായത്തിന്റെ കേടുപാടുകൾ കാരണം, പ്രായത്തിന്റെ ചാബല്യം കാരണം, കൗമാരമാണ് പിന്നെയും പിന്നെയും എടുത്തു പറയാനുള്ളത്, അതാ തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്താണ് ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്നാണ് അഡോളസൻസിന് പറയുന്നത്. 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ പീരീഡിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിളിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്നാ. ബുള്ളറ്റ് പ്രൂഫ് എന്ന് വെച്ചാൽ എന്താ? ഏത് വെടിയുണ്ടേ ഓർക്ക് കൊള്ളൂല, എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റുള്ള പ്രായമാണ് അല്ലേ? അതുകൊണ്ട് അവരുടെ ഭാഷ മനസ്സിലാക്കുക. അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ ഭാഷയും അവരുടെ കൂടെ ഇരുന്ന് ഉമ്മാന്റെ കുട്ടി ഇപ്പൊ എന്താ പറഞ്ഞത്, അതിന്റെ അർത്ഥം എന്താടാ, അമ്മക്കും പഠിപ്പിച്ചുണ്ടാവും. എപ്പോഴും നമ്മൾ അവർക്കല്ല പഠിപ്പിച്ചു കൊടുക്കല്. കാലം മാറിയുണ്ട്, അവരുടെ അടുത്തുനിന്ന് പലതും പഠിക്കാനുണ്ട്. അപ്ഡേറ്റഡ് ആവണം. ഞാൻ നേരത്തെ അരികെ എന്താന്ന് ചോദിച്ചില്ല നിങ്ങളടുത്ത്. അരികെ എന്താ? അരികെ എങ്ങനെ നിൽക്കണതല്ല പ്രിയപ്പെട്ട, ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ് അരികെ. ഡേറ്റിംഗ് ആപ്ലിക്കേഷനാ ഏറ്റവും കൂടുതൽ മലയാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ. അതിലെന്താ, നാളെ ഉച്ചക്ക് ഞാൻ ഫ്രീയാ, ഏതെങ്കിലും ഒരാണ് ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്താല് ഞങ്ങൾക്ക് രണ്ടാക്കും കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം, സംസാരിക്കാം. ഇഷ്ടമുള്ളത് എന്താണ്, മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ, എന്തുമാവാം. കല്യാണം കഴിക്കൊന്നും വേണ്ട, കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും, ബുൾസായി അടിച്ചു കൊടുക്കൊന്നും വേണ്ട, ഓന്റെ ഡ്രസ്സ് അലക്കും വേണ്ട അല്ലേ, ഓൻ വീട്ടിക്ക് ചെലവിനും കൊണ്ടുവരണ്ട, കുറച്ച് നേരത്തെ എൻജോയ്മെന്റ്സ് മാത്രം. അതാണ് ഡേറ്റിംഗ് ആപ്സ്. ഒരു ഉമ്മ പറഞ്ഞ അബദ്ധാണ് പ്രിയപ്പെട്ടവരെ. എത്ര പാവങ്ങളാ ഞാനും നിങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേട്ടാ. ഈ വിഷയത്തില് നമ്മൾ പൊട്ടന്മാരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ട് ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, അവരുടെയൊക്കെ സമ്മതത്തോട് കൂടിയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. ഒരു ഉമ്മ കുട്ടിയുടെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാ, ഡോക്ടറെ എന്റെ ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഒരു ആപ്ലിക്കേഷനും ഇല്ല, എന്റെ കുട്ടി അത്രയും നല്ല മോളായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ അന്ന് തന്നെ എന്റെ കുട്ടി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇൻസ്റ്റാഗ്രാമിന്റെ കഥ വേറെ പറഞ്ഞു തരട്ടാ, അന്ന് തന്നെ കുട്ടി അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഇതിലില്ല. അപ്പൊ കണ്ടു, ഇതിൽ അരികെ ഞാനൊരു സാധനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അരികെയോ? അരികെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഈ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, ആരും ഇല്ലാത്ത അനാഥരൊക്കെ ആയിട്ടുള്ള ആളുകള്. അപ്പൊ നമ്മൾ അതിൽ ഓൺലൈനിൽ കയറിയാൽ അരികെ കുറച്ചു നേരം നമുക്ക് ഇരിക്കുന്നത് പോലെ അരികെ ഇരുന്ന് അവരെ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത് എന്ന്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ പോലെ ചിലപ്പോൾ ടീച്ചേഴ്സോ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ഒക്കെ ആയ ഉമ്മമാര് തന്നെയാണ് ഈ അബദ്ധത്തിലൊക്കെ പോയി ചാടുന്നത്. എന്തുകൊണ്ടാ? നമ്മൾ ജനിച്ചവരല്ല, നമ്മൾ അതിനെ പഠിച്ചെടുക്കുന്നവരാ. അവർ ജനിച്ചതേ ആ യുഗത്തിലാ, അവർക്കത് പഠിച്ചെടുക്കേണ്ടതില്ല, അവരതിനോടൊപ്പം വളരുന്നവരാ. ആ ഉമ്മക്കത് മനസ്സിലായില്ല. അരികെ പാവപ്പെട്ട ഇതും പറഞ്ഞു അത്രേ, ഓരോ രൂപ അതിലേക്ക് എന്നും ഇട്ടുകൊടുത്താല് ഉമ്മ ഇതൊക്കെ പാവപ്പെട്ട ആളുകളിലേക്ക്, പലതുള്ളി പെരുവെള്ളാണല്ലോ, 1 റുപ്യ ഇട്ടുകൊടുത്താൽ മതി ഉമ്മച്ചി, എന്നും ഓൽക്കത് കിട്ടുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഫോണിൽ സൂക്ഷിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നിഷ്പ്രയാസം ആ ഉമ്മയെ പറ്റിക്കാൻ സാധിച്ചു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടേ ഇല്ല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയല്ല, ഉമ്മമാരാണല്ലോ പറ്റിക്കപ്പെടുക. നിർബന്ധിച്ച് ആ ഉമ്മാന്റെ ഫോൺ എന്നെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. ഇതെങ്ങനെ ഹൈഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യാമെന്ന് നേരത്തെ കയറി വന്നൊരു പെൺകുട്ടി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചില മൊബൈൽ ഫോണിലൊക്കെ ഹൈഡഡ് ആപ്ലിക്കേഷൻസിന്റെ നോട്ടിഫിക്കേഷൻ വരും, സംതിങ് ഹൈഡഡ് എന്ന് പറഞ്ഞിട്ട്. ചില മൊബൈൽ ഫോണിലൊന്നും നോട്ടിഫിക്കേഷൻ വരൂല. നമ്മളെ പോലത്തെ ഉമ്മമാർക്ക് വന്നാലും വന്നിട്ടില്ലെങ്കിലും കണക്കുവാണ് ഇല്ലേ? അതൊന്നും നോക്കാനോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനോ സ്ക്രീൻ ടൈം നോക്കാനോ ഇത് പിന്നെ ചിൽഡ്രൻസ് മോഡിലേക്ക് മാറ്റി വെക്കാനോ ഒന്നും നമുക്കറിയില്ല. പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനോ എന്തുകൊണ്ട് അറിയില്ല? നമ്മൾ വിചാരിക്കാത്തോണ്ട്. മൊബൈൽ ഫോൺ ആരതാ? നമ്മളതല്ലേ. കുട്ടികൾക്ക് നമ്മൾ ഫോൺ സ്വന്തമായിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? ഇല്ല. കിടന്നുറങ്ങുമ്പോ മൊബൈൽ ഫോൺ ആരെടുത്താ? നമ്മുടെ തലേനണ്ട ചോട്ടില അല്ലെ? ഉറങ്ങുമ്പോ പോലും നമുക്ക് മൂപ്പരെ പിരിഞ്ഞെടുക്കാൻ പറ്റൂല, നമ്മള് തലേനയുടെ താഴേക്ക് വെക്കും. രാവിലെ ഉണരുമ്പോ പോലും ആ പൂമുഖം കണ്ടാ നമ്മൾ ഉണരുക, അതിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ടാ നമ്മൾ ഉണരുക അല്ലെ? അത്ര പോലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് ഈ മൊബൈൽ ഫോൺ. ബാത്റൂംക്ക് കൊണ്ടുപോണവരുണ്ട്. അത്ര നേരം എങ്ങനെ ഇയാളെ പിരിഞ്ഞിരിക്കുക? ആരെ? മൊബൈൽ ഫോണിനെ. ബാത്റൂമിൽ പോകുമ്പോഴും മൊബൈൽ ഫോൺ. അത് ആ കാര്യത്തിലൊന്നും കുട്ടികളെല്ലട്ടാ കുറ്റം പറയേണ്ടത്, നമ്മൾ തന്നെയാണ്. ഒരു കുട്ടി മൊബൈൽ അഡിക്ഷന് കൊണ്ടുവന്ന് കൗൺസിലിങ്ങിന് ശേഷം ചോദിക്കുക, അല്ല ഡോക്ടർ, ഉമ്മാന്റെ ഇപ്പാന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ആദ്യം എന്റെ ഉമ്മാക്ക് ഉപ്പാക്കാണ് ചികിത്സ വേണ്ടത്. ഉപ്പ അനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറയല് വടിയുണ്ടല്ല, ഫോണോണ്ടാണ്. പാപ്പ കയറി വരുമ്പോഴേ ഉമ്മ പരാതി പറയും, നോക്കി ഇന്ന് മുഴുവനും ഫോണുമ്മ ലൈനിട്ടാന്ന്. സാധാരണ വടി പിടിച്ചിട്ടല്ലേ അന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയാ, വാപ്പ ഫോൺ എടുത്തിട്ട് അന്നെ ഞാൻ കാണിച്ചു തരട്ടോ എന്ന് പറയാ. അങ്ങനത്തെ വീടുകളില് ഇത് ഭയങ്കര കോൺട്രാഡിക്ടറി അല്ലേ? മക്കളോട് പറയാണ് ഫോൺ ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്. അതങ്ങനെയല്ല. ഫോൺ ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണ് നിർബന്ധമാണ്. നമ്മുടെയൊക്കെ അപ്ഡേഷൻസിന്റെ, നമ്മുടെയൊക്കെ വാർത്തകളും അറിവുകളും നമുക്ക് ലഭിക്കുന്നത് ഈ മൊബൈൽ ഫോണിലൂടെയാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. പൂർണ്ണമായി ഒഴിവാക്കുക എന്നതല്ല പരിഹാരം. എന്തിനുപയോഗിക്കുന്നു? പ്രൊഡക്റ്റീവായിട്ടാണോ ഉപയോഗിക്കുന്നത്? എങ്ങനെ ഉപയോഗിക്കുന്നു? അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തിന് എന്ന ചോദ്യമാണ് നമ്മളോട് ആദ്യം ചോദിക്കേണ്ടത്, പിന്നെ കുട്ടികളോട് അല്ലെ? പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കലും സഹാബി വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്നുണ്ട്, ഈ മധുരം ഒന്ന് നിർത്താൻ ഞാൻ എന്താ ചെയ്യാന്ന്. പ്രവാചകർ പറഞ്ഞ മറുപടി എന്താ? അത് ഞാൻ നിർത്തട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാന്ന്. അല്ലേ? ഞാൻ മധുരം കഴിക്കുന്ന ആളാണ്, അത് ഞാൻ നിർത്തട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. അത് തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മളാണ് കാരണക്കാര്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചിന്തിക്കുക, എപ്പോഴും അപ്ഡേറ്റഡ് ആവുക. ഡിജിറ്റലി ലിറ്ററേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കൾ എപ്പോഴാണോ ഉണ്ടാവുന്നത് അന്ന് നമുക്ക് ഈ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്ന കുട്ടിയുടെ ഫോണ്, ഉമ്മയുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഉമ്മ കാണാതെ 4 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ആ 4 അക്കൗണ്ടിലൂടെ 40-ലേറെ ആളുകളോട് ചാറ്റ് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി. സോറി ടു സേ, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ പെൺകുട്ടികളൊക്കെ അധപ്പതിച്ചു പോയിട്ടുണ്ട്. ആൺകുട്ടികളെക്കാൾ അധപ്പതിച്ചത് പെൺകുട്ടികളാ. They are ready to everything. ഒരു എന്തിനും റെഡിയാ പെൺകുട്ടികളെ, എന്തിനും റെഡിയാ. ഡേറ്റിംഗ് ആ, പിന്നെന്താ ഡേറ്റിംഗ്? മെഡിക്കൽ കോളേജിലൊക്കെ 10 വർഷം, ഞാനൊക്കെ മെഡിസിന് പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ, ഞാൻ KMCT മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെയൊക്കെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അബോർഷന് വരാറുള്ളത് 20-25 വയസ്സിനൊക്കെ മുകളിലുള്ള സ്ത്രീകളായിരുന്നു. ഇപ്പൊ കഥ മാറി, കാലം മാറിയപ്പോ കഥ മാറി. 8ാം ക്ലാസ്സിനും +2 ഇടയിലുള്ള പെൺകുട്ടികളാ വരുന്നത്. ഒരു ലജ്ജയും ഇല്ലാതെ, ഒരു മാനക്കേടും ഇല്ലാതെ കുട്ടികൾ കൗൺസിലിംഗിനിടയിൽ പറയും, ഡോക്ടർ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ലട്ടോ എന്ന്. നമ്മളെ പെൺകുട്ടികൾ നമ്മൾ താലോലിച്ച് പുന്നാരിച്ച് അവർക്ക് മുൻപിൽ വെച്ച് നമ്മൾ ഒരു പക്ഷെ നമ്മളുടെ സ്വകാര്യതകൾ പോലും മറച്ചു വെക്കും. ഉമ്മാക്ക് എന്നാണ് പീരീഡ്സിന്റെ ഡേറ്റ് ചിലപ്പോൾ മക്കളെ മുമ്പിൽ വെച്ച് നമ്മൾ പറയുന്നുണ്ടാവില്ല. അങ്ങനത്തെ മക്കളാണ് ലജ്ജയില്ലാതെ
പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് മക്കളോട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കണം. എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ വിചാരം എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല, ഓന്റെ മുമ്പ് നോളെ മുമ്പ് ഒന്നും പറയാൻ പറ്റില്ല. പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. 10 വയസ്സായ മകനും മകളുമാണോ, എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് അവർ അന്വേഷിച്ചു പോകും. അന്വേഷിക്കുന്നത് പിയർ ഗ്രൂപ്പിലായിരിക്കും, അവരുടെ സ്വന്തം പ്രായത്തിലുള്ള ഗ്രൂപ്പിനിടയിലായിരിക്കും. പലതരത്തിലുള്ള മിഥ്യാധാരണകളും അവിടെ സ്പ്രെഡ് ആകപ്പെടും, അവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടും. അതിനേക്കാളൊക്കെ നല്ലതെന്താ? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അതൊരു ട്രസ്റ്റ് കൂടിയാണ്. ഉമ്മയും ഉപ്പയും എന്റെ കുമ്പസാര കൂടാണ് എന്നൊരു ചിന്തയിലേക്ക് മക്കളെ എത്തിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം മക്കളോട് സംസാരിക്കുക, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഇത് ആൽഫ ജനറേഷൻ ആണ്. അവരുടെ വിരൽ തുമ്പിൽ എല്ലാ അറിവും ഉണ്ട്. നമുക്ക് തോന്നുന്ന എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന് ഒന്ന് മനസ്സിരുത്തി കൊണ്ടേ ഒന്ന് ചോദിച്ചു നോക്കിയെല്ലാം എല്ലാവർക്കും അവനും അറിയും. നമ്മളാണ് പൊട്ടന്മാര്, അല്ലെ? അപ്പം അരികെ അറിയാത്ത, ഇൻസ്റ്റഗ്രാം എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുമെന്നറിയാത്ത, സ്നാപ്ചാറ്റിലൂടെ എങ്ങനെ ഒരു കുട്ടി എനിക്ക് പഠിപ്പിച്ചെന്നത്, സ്നാപ്ചാറ്റിൽ ഡിലീറ്റ് ചെയ്തത് പിന്നെ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റൂലല്ലോ. ആ കുട്ടി വളരെ, ഡോക്ടറെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഇനി നിങ്ങളെ ചാറ്റിംഗ് ഒക്കെ സ്നാപ്ചാറ്റ് കൂടെ ചെയ്തോളണ്ടിട്ടോന്ന് എന്നോട് പറയാ. അതെന്തേന്ന് ചോദിച്ചപ്പോ, സ്നാപ്ചാറ്റിൽ ഡിലീറ്റ് ചെയ്താ ഡോക്ടറെ ഒരു സൈബർ സെല്ലിനും അത് റിക്കവർ ചെയ്യാൻ പറ്റൂല കേട്ടോ എന്ന്. കുട്ടികളുടെ നോളേജാ ദാറ്റ് മച്ച് അപ്ഡേറ്റഡ് ആണ് നമ്മളെ കുട്ടികള്. സോ നമ്മള് ഉണരുക, നല്ല ഡ്രസ്സും നല്ല വസ്ത്രമൊക്കെ ഇട്ട്. ഒരുപക്ഷെ ഡോക്ടറാണ്, എന്നോടും കൂടിയായിട്ടാ പറയണത്, ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അഹങ്കരിച്ച് നടക്കുമ്പോ നമ്മൾ ഡിജിറ്റലി ഇല്ലിറ്ററേറ്റഡ് ആണ്, നിരക്ഷരരാണ് എന്നുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അറിയാൻ ശ്രമിക്കുക. നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്രയും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ആ മൊബൈൽ ഫോണിൽ ഒരു ടച്ച് മതി, ഇതിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും നമ്മളിലേക്ക് വരും. അതുകൊണ്ട് മനസ്സിലാക്കുക, ലക്ഷണങ്ങൾ നോക്കി നിൽക്കണ്ട. എന്റെ കുട്ടിക്ക് ലക്ഷണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവൻ പ്യുവർ ആണെന്ന് മനസ്സിലാക്കരുത്. ടർഫുകളിലേക്ക് കളിക്കാൻ വിടുമ്പോ, നമ്മളൊക്കെ നാട്ടിലെ ടർഫുകള്, എല്ലാ ടർഫുകളെയും ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ടർഫിന്റെ ഓണർമാരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ടർഫിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ ടർഫുകളുടെ പിറകിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങള്, +1 പഠിക്കുന്ന ഒരു മോന് വന്ന് പറഞ്ഞതാ, പെപ്സിന്റെ കുപ്പിയിലാക്കിയിട്ട് ചില അമ്മമാരൊക്കെ അൻ്റെത് കഴിഞ്ഞടാ, അന്ന് ഞാൻ ടർഫിക്ക് പറഞ്ഞേക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അമ്മമാര്. കുട്ടികളൊക്കെ കൂടെ എനിക്ക് ഇവിടുന്ന് പോണട്ടാ, 2-3 എനിക്കും ഉണ്ട്, പുരയില് കാത്തിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് എല്ലാം ഒറ്റയടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവിടെയൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. +1 പഠിക്കുന്ന മോൻ ആദ്യമായിട്ട് മദ്യം കൊടുത്തത് പെപ്സിന്റെ കുപ്പിയിലാക്കി ടർഫിക്ക് കളിക്കാൻ പോയതാ. സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, ഇത് വന്ന് കുടിച്ചിടാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കാരണം അങ്ങോട്ടേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, എന്റെ മോൾ എന്ത് ചെയ്യുന്നു, എന്റെ മോൻ എന്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളത് മൈ ലൈഫ് മൈ ചോയ്സ് ഒക്കെ തന്നെയാ. എല്ലാരും ഹഗ് ചെയ്യല്ലേ, പിന്നെ ഇപ്പൊ എനിക്കും ഹഗ് ചെയ്താല്, അല്ലെ? എല്ലാരും കെട്ടിപ്പിടിക്കല്ലേ കാണുമ്പോ, പിന്നെന്താ എനിക്കും കെട്ടിപ്പിടിച്ചാലേ? എന്റെ ബോഡിയാണ്, അതിനെ കെട്ടിപ്പിടിക്കാൻ കൊടുക്കാൻ എളുപ്പാ. പക്ഷെ അതിന്റെ പിറകിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളും നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ദുഷിച്ച കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ എന്ത് സംഭവിക്കും? ഇവിടെ പെട്ടുപോണത് പെണ്ണ് തന്നെയാ, അല്ലെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, കുടുങ്ങിയതാരാ? പെണ്ണുങ്ങളാ. അവശേഷിക്കുന്നത് പെണ്ണുങ്ങളിലാണ്. അതുകൊണ്ട് ചിന്തിക്കുക. മാസ്ക് ഇട്ട് ഡേറ്റിങ്ങിനാണെന്നും പറഞ്ഞ് ബുള്ളറ്റുമ്മ കറങ്ങി നടക്കുമ്പോ ആലോചിക്കുക, ശരീരത്തിന് വേണ്ടി മാത്രമുള്ള പ്രണയമാണ് അത്. ശരീരത്തെ മാത്രം മോഹിച്ചിട്ടുള്ള സ്നേഹമാണ് അത്, ദിവ്യ പ്രണയമല്ല. അതുകൊണ്ട് വീഴാതിരിക്കുക, അതിൽ പെട്ടു പോവാതിരിക്കുക, പഠിക്കുക, പഠിച്ച് ഉന്നതങ്ങളിൽ എത്തുക. ലോകത്തിന്റെ ഏത് കോണിൽ പോയി പഠിച്ചാലും എന്റെ ധാർമ്മികത, ഐ ഹാവ് മൈ ഓൺ ഐഡന്റിറ്റി, ഐ ഹാവ് മൈ ഓൺ പേഴ്സണാലിറ്റി, ഐ ഹാവ് മൈ ഓൺ ഇൻഡിവിജ്വാലിറ്റി, അത് പറയാൻ പഠിപ്പിക്കണം. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയ ചേരയുടെ നടുക്കഷ്ണം കഴിക്കുക എന്നതല്ല തിയറി. എന്റെ ഐഡിയോളജി, എന്റെ തിയറി, എന്റെ ധാർമ്മികത, അതാരുടെയൊക്കെ കൂടെ ആയിരുന്നാലും ഞാൻ നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് നമ്മൾ മക്കളെ വളർത്തുക. ആ പട്ടം എത്ര ആകാശത്തിലൂടെ ഉയരത്തിലൂടെ പറന്നു പോയാലും പട്ടത്തിന്റെ ഒരറ്റം മാതാപിതാക്കളുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. അതിന് സ്നേഹം നൽകേണ്ടതുണ്ട്. വഴക്കും പ്രശ്നങ്ങളും വക്കാണൊക്കെ നിർത്തി സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോ മക്കളും അഫാൻമാരും മിഹിറുമാരും ആശിക്കുമാരുമായി തീരാതിരിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. കഴിവുള്ള നല്ല മക്കളായി തീരുവാൻ ഒന്നടങ്കം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉദ്യമനം അതിന്റെ പൂർണ്ണതയിൽ അതിന്റെ എല്ലാ ലക്ഷ്യവും പൂർത്തീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.